നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിർവാണ ഫിഷാണ്. അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി എടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് മൂന്നും നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ആ വരട്ട ഭാഗത്തൊക്കെ നന്നായി ഇറങ്ങി തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിതൊരു പാനിൽ പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ രണ്ടാമത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് 2-3 വട്ടം മറിച്ചെടുത്ത് രണ്ട് സൈഡ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് വാട്ടി ഒരു വാഴയില വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. പിന്നെ കറിവേപ്പില തണ്ട് കൂട്ടി വെക്കാം. തണ്ട് ഒഴിവാക്കാൻ തന്നെ വെക്കണ നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതിൻ്റെ മേലെ വെക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പോൾ 1/4 പാലിന് എടുക്കുക. തേങ്ങയുടെ വെള്ളം കൂട്ടാതെ എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി നന്നായി ചെറുതാക്കി മുറിച്ചത് ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് മുളകും, അത് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നടു കീറിയിട്ട് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ മീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇതേപോലെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി സെറ്റായി വരും. അപ്പോൾ നമുക്ക് നേരെ അത് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിർവാണ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ അധിക പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇത് നമുക്ക് ബ്രെഡ്, പൊറോട്ട, അതുപോലെ ദോശയുടെ ഒക്കെ ഒപ്പം നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.